ഗൈഡൻസ് പ്രവർത്തനങ്ങൾ സേവനങ്ങൾ ജനങ്ങൾക്ക് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ചിട്ടുള്ള ഒരു ഓഫീസാണ് ലൈഫ് ഡിസൈൻ എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ 33 വർഷമായി നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതേ ജോലി ചെയ്തയാളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാർ ഉടമസ്ഥതയിലുള്ള കരിയർ ഡെവലപ്മെൻറ്റ് സെൻറ്റർ രൂപകൽപ്പന ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള പേരാമ്പ്രയിലുള്ള കരിയർ ഡെവലപ്മെൻറ്റ് സെൻറ്റർ രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ഓഫീസർ എന്നുള്ള നിലയിൽ ആ അനുഭവങ്ങളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ലൈഫ് ഡിസൈൻ എന്ന് പറയുന്ന പുതിയ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. കരിയർ കൗൺസിലിംഗ്, കരിയർ ഇൻഫർമേഷൻ, സൈക്കോമെട്രിക് അസസ്മെൻറ്റ് ടെസ്റ്റുകൾ മുതലായവയെല്ലാം വിദ്യാർത്ഥികൾക്ക് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് മുഖ്യമായും ഉദ്ദേശിക്കുന്നത്. പേരാമ്പ്രയിൽ ഒരു പുതിയ സ്ഥാപനം തുടങ്ങി സർക്കാർ ഉടമസ്ഥതയിൽ അതിന്റെ ചുമതല രാജീവിനെ ഏൽപ്പിക്കുന്നത്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഒരു പുതിയ ദിശാബോധം ഉണ്ടാക്കിക്കൊടുക്കുക പേരാമ്പ്രയിലെ കരിയർ ഡെവലപ്മെന്റ് സെന്ററിന്റെ പ്രവർത്തനത്തിലൂടെ രാജീവിന് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും അഭിമാനകരമായ ഒരു നില. കേരളത്തിലും കേരളത്തിന്റെ വെളിയിലും ചിലപ്പോൾ ഇന്ത്യക്ക് വെളിയിലും
വിദ്യാർത്ഥികളെ അയക്കാനും അവരുടെ താല്പര്യമനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടാനുമുള്ള എല്ലാ സഹായവും മാർഗനിർദ്ദേശങ്ങളും രാജീവ് എന്നോട് ലഭിച്ചു. അങ്ങനെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവം ഉണ്ടാക്കാൻ കഴിഞ്ഞ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ. നമ്മുടെ ഒരു രീതി, കുട്ടികൾ വളർന്നു വരുമ്പോൾ രക്ഷിതാക്കൾ തന്നെ തീരുമാനിക്കും മകൻ എന്താവണം, മകൾ എന്താവണം. രക്ഷിതാക്കളുടെ കാര്യം തീരുമാനിക്കുന്നത് തെറ്റുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. അവരുടെ ആവശ്യമാണ്, അല്ലെങ്കിൽ അവരുടെ ജീവിതാഭിലാഷമാണ്. പക്ഷെ ചിലരെങ്കിലും കുട്ടിയുടെ കഴിവ് എന്താണെന്ന് പരിഗണിക്കാറില്ല. ഏത് ജോലി ചെയ്യാൻ കഴിയും, ഏത് വഴിയിലൂടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, അങ്ങനെ നിശ്ചയിക്കുന്ന പഠന രീതിക്ക് കുട്ടി പ്രാപ്തമാണോ എന്നുള്ളതൊന്നും പലപ്പോഴും രക്ഷിതാക്കൾ ആലോചിക്കാറില്ല. ഉയർന്ന ജീവിതത്തിന്റെ നിലവാരം എത്തിപ്പിടിക്കാൻ അതാണ് അവരുടെ മനസ്സിലുള്ള ചിന്ത. അത് പലപ്പോഴും കുട്ടികൾക്കത് കഴിയുമോ, അതിനവർക്ക് കഴിവുണ്ടോ, അവരേത് ദിശയിലൂടെയാണ് സഞ്ചരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊന്നും പലപ്പോഴും ആലോചിക്കാറില്ല. പേരാമ്പ്രയിലെ കരിയർ ഡെവലപ്മെന്റ് സെന്ററിന്റെ ഭാഗമായി ഈ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഒരു പ്രവർത്തനം PSCയുമായി ചേർന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തന നിലപാട് അവിടെ സ്വീകരിക്കുന്നത്. അവിടെ വരുന്ന വിദ്യാർത്ഥികളെ പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയ്ക്ക് യോഗ്യതയുള്ളവരാക്കി മാറ്റാൻ, അതിനാവശ്യമായ എല്ലാം അവിടെ ചെയ്തിരുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിലും തൊഴിൽ മേഖലയിൽ എങ്ങനെ പ്രവേശിക്കാം, അതിന് കുട്ടികളുടെ കഴിവ് മനസ്സിലാക്കി വഴിതിരിച്ചുവിടാൻ രാജീവിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ആ സ്ഥാപനത്തിന്റെ പ്രത്യേകത. ഇപ്പോഴും ആ സ്ഥാപനം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലെ പല ജില്ലകളിലും കരിയർ ഡെവലപ്മെന്റ് സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. നാം കാണേണ്ടത് സമൂഹം മാറുകയും പഴയ രീതിയിലല്ല, എല്ലാ ആധുനിക സംവിധാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ കഴിയും. ഇന്ന് കേരളം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേരളീയ സമൂഹത്തെ ഒരു വൈജ്ഞാനിക സമൂഹമായി പരിവർത്തിപ്പിക്കണം. പല ചുറ്റുപാടുകളുമാണ് നമുക്ക് മുമ്പിലുള്ളത്. അപ്പോൾ കേരളത്തിന്റെ വികാസം പരിശോധിച്ചാൽ കേരളത്തിൽ ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന നേട്ടങ്ങളുടെ അടിത്തറയായി നിൽക്കുന്നത് കേരളത്തിലെ ഭൂബന്ധങ്ങളിൽ വന്ന മാറ്റമാണ്. ആ മാറ്റം കേരളത്തിൽ എല്ലാ കുടുംബവും ഭൂമിയുടെ ഉടമകളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരു വർഗം തന്നെ കേരളത്തിൽ ഇല്ലാതായി. ജന്മിവർഗമാണ്, പാട്ടവ്യവസ്ഥയില്ല, ജന്മിത്വമില്ല, നാടുവാഴിത്തമില്ല, കൈവശ ഭൂമിക്കെല്ലാം രേഖ, പാട്ട കൊടുക്കേണ്ടതില്ല. ഇങ്ങനെയൊരു മാറ്റം സമൂഹത്തിൽ വന്നു. പിന്നീട് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെൻഷൻ, മറ്റ് ജീവിത സൗകര്യങ്ങൾ ഇതെല്ലാം എത്തിപ്പിടിക്കുന്നിടത്തിലേക്ക് അവർ വളർന്നു. ഇന്ന് നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന മുഖ്യമായ പ്രശ്നം
തൊഴിൽ തന്നെയാണ്. കേരളത്തിൽ പട്ടിണിയില്ല, എന്നാൽ ദാരിദ്ര്യമുണ്ട്. ദാരിദ്ര്യം അനുഭവിക്കുന്നവരിൽ തന്നെ അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്. അവരാരാണെന്ന് കണ്ടെത്തി കേരളത്തിൽ നിർണയിക്കപ്പെട്ടിരിക്കുന്നത് 64,006 കുടുംബങ്ങൾ അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. ചിലർക്ക് റേഷൻ കാർഡില്ല, ചിലർക്ക് വീടില്ല, തൊഴിലില്ല, വരുമാനമില്ല, സർക്കാരിൽ നിന്ന് ലഭ്യമാകുന്ന ആനുകൂല്യങ്ങൾ വാങ്ങാൻ കഴിവില്ലാത്തവർ. ഇങ്ങനെയുള്ള ആളുകളാണ് ഈ അതിദരിദ്രരായി പരിഗണിക്കപ്പെടുന്നത്. അതിന്റെ ഓരോ ഘടകവും പരിശോധിച്ച് അതില്ലാതാക്കി കേരളം ഈ നവംബർ 1 കേരളപ്പിറവി ദിനമായ നവംബർ 1 അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറുകയാണ്.